ടൈപ്പിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിപ്പം 81/2023 എന്ന ക്വസ്റ്റ്യൻ കോഡാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിത്ത് റെഫറൻസ് ടു ദി അലൂവിയൽ സോയിൽ ഇൻ ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബോവ് ആർ കറക്റ്റ്? ഈ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആൻസർ വരുന്നത് ഫസ്റ്റും സെക്കൻഡും ഫോർത്തുമാണ്. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അലൂവിയൽ സോയിൽ ഇൻ ഇന്ത്യ ആർ ഡെപ്പോസിറ്റഡ് ബൈ 3 ഇമ്പോർട്ടൻറ്റ് ഹിമാലയൻ റിവേഴ്സ്, ദി ഇൻഡസ്, ദ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. സെക്കൻഡ് വൺ, alluvial soil is also extended to Rajasthan and Gujarat through a narrow corridor. Fourth one, alluvial soil is also found in eastern coastal plains, particularly in the deltas of Mahanadi, Krishna and Godavari. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. SGRY സ്റ്റാൻഡ്സ് ഫോർ. SGRY എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയാണ് SGRY യുടെ ഫുൾ ഫോം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്രോണോളജിക്കലി അറേഞ്ച് ദി ഫോളോയിങ് ഈവൻറ്റ്സ് റിലേറ്റഡ് ടു നാഷണൽ മൂവ്മെൻറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കോഡ്സ് ഗിവൺ ബിലോ. താഴെ കൊടുക്കുന്ന കോഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ നാഷണൽ മൂവ്മെൻറ്റ്സിൻ്റെ പേരാണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനെന്നാണ് പറയുന്നത്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 4, 2, 1 എന്നുള്ള ഓർഡറിൽ. ആദ്യം വരുന്ന ഏതാ? ബർദോളി സത്യാഗ്രഹമാണ് ഫസ്റ്റ് വരുന്നത്. രണ്ടാമത് വരുന്നത് ഗാന്ധിജി ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. രണ്ടാമത് വരുന്നത് കോൺഗ്രസ് അഡോപ്റ്റ്സ് ദി ഡിമാൻഡ് ഓഫ് പൂർണ്ണ സ്വരാജ്. മൂന്നാമത്തേത് വരുന്നതാണ് അംബേദ്കർ എസ്റ്റാബ്ലിഷ് ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ. ലാസ്റ്റ് വൺ ഗാന്ധിജി എൻഡ്സ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ഇതിൽ ഓരോന്നിൻ്റെ ഡേറ്റ് നോക്കാം. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928 ബർദോളി സത്യാഗ്രഹം നടന്നത്. അംബേദ്കർ എസ്റ്റാബ്ലിഷ്ഡ് ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ വരുന്നത് 1930. ഇനി ഗാന്ധി എൻഡ്സ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എൻഡ് ചെയ്തത് എപ്പോഴാണ്? 1934. അടുത്ത കോൺഗ്രസ് അഡോപ്റ്റ്സ് ഡിമാൻഡ് ഓഫ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച 1929 ലാഹോർ സെഷനിൽ. ഇത് അപ്പോൾ കറക്റ്റ് ഓർഡറിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഫസ്റ്റ് വരുന്ന ബർദോളി സത്യാഗ്രഹം. സെക്കൻഡ് വരുന്നത് കോൺഗ്രസ് അഡോപ്റ്റ്സ് ഡിമാൻഡ് ഓഫ് പൂർണ്ണ സ്വരാജ്. തേർഡ് വരുന്ന അംബേദ്കർ എസ്റ്റാബ്ലിഷ്ഡ് ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ. ഫോർത്ത് വൺ വരുന്നതാണ് ഗാന്ധിജി ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് നീതി ആയോഗ്? നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 3, 4. 2, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഈസ് ദി പ്രൈം മിനിസ്റ്റർ. അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ദർ ആർ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഇൻ ഇറ്റ്. 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്, അത് കറക്റ്റാണ്. അടുത്തത് ദ ചീഫ് എക്സിക്യൂട്ടീവ്
The chief executive officer is appointed by the Prime Minister, Prime Minister. അത് ശരിയായിട്ടുള്ള ആൻസറാണ്. തെറ്റായിട്ടുള്ളത് നീതി ആയോഗ് കെയിം ഇൻ ടു ബീയിങ് ഓൺ 1st January 2014 എന്നുള്ളത് തെറ്റാണ്. എന്നാണ് വന്നത് നീതി ആയോഗ്? 2015 January 1, January 1st 2015 ഇവിടെ കൊടുത്തിരുന്നത് 2014 എന്നുള്ളതാണ്. അത് ആ ഓപ്ഷൻ തെറ്റിപ്പോയത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്? ഇതിനകത്ത് കറക്റ്റ് അല്ലാത്ത പെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് അല്ലാത്തത് പെരിയാർ അരയ്ക്കുന്നു മുടി എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. അത് തെറ്റാണ്. ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കബിനി തൊണ്ടാർമുടി മലൈ, പമ്പ പുളിച്ചിമലൈ, ഭാരതപ്പുഴ അണ്ണാമലൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി items of the first set with that of the second set in respect of socio-religion reforms movement in Kerala. ഇതിനകത്ത് സെറ്റ് എയും സെറ്റ് ബിയും കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഓർഡർ അനുസരിച്ച് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടത് ഏതാണ്? റേസ്ഡ് വോയിസ് അഗെയിൻസ്റ്റ് ഊഴിയം വേലയ്ക്ക് എന്നുള്ള ആചാരത്തിനെതിരെ ഇനി അയ്യങ്കാളി ഏതാണ് വരുന്നത്? ചാലിയൻ സ്ട്രീറ്റ് റിവോൾട്ട്. അടുത്തത് VT ഭട്ടതിരിപ്പാട്, എഡിറ്റർ ഓഫ് പശുപഥം. അടുത്തത് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ആത്മാനുതാപം. ഇതിൽ എന്തൊക്കെയാണ്? വൈകുണ്ഠസ്വാമികൾ ഊഴിയം വേല എന്നുള്ള ദുരാചാരത്തിനെതിരെ നിന്ന ആളാണ് വൈകുണ്ഠസ്വാമികൾ. പ്രയത്നിച്ച ആളാണ് അതിൻ്റെ എതിരായിട്ട്. അത് എയുമായിട്ട് യോജിക്കുന്നതാണ്. അയ്യങ്കാളി വരുന്നത് ചാലിയം സ്ട്രീറ്റ് ലഹള. പിന്നെ VT ഭട്ടതിരിപ്പാട് വരുന്നത് എഡിറ്റർ ഓഫ് പശുപഥം. ഇനി അടുത്തത് ലാസ്റ്റ് വരുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ വരുന്നത് ആത്മാനുതാപം. അപ്പോൾ ഓപ്ഷൻസ് ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. വൺ ഈസ് ലേബിൾഡ് ആസ് അസേർഷൻ എ ആൻഡ് ദ അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ ആർ. ഈ എ എന്ന് പറയുന്നത് കറക്റ്റ് ഓപ്ഷനാണോ അതിനുള്ള റീസൺ ആണോ? റീസൺ ആർ എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ആർ എന്നുള്ളത്. ഇതിനകത്ത് അസേർഷൻ കൊടുത്തേക്കുന്ന ദ ഐഡിയ ഓഫ് സത്യാഗ്രഹ എംഫസൈസ്ഡ് ദി പവർ ഓഫ് ട്രൂത്ത് ആൻഡ് നീഡ് ടു സെർച്ച് ഫോർ ട്രൂത്ത്. അതിൻ്റെ റീസൺ എന്തോ പറഞ്ഞിരിക്കുന്നത്, പീപ്പിൾ ഇൻക്ലൂഡിങ് ദി oppressors had to be persuaded to see the truth instead of being forced to accept truth through the use of violence. അടുത്ത എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണ്? ബി ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ, അതായത് ബി. ബി ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ബാക്കി എ, സി, ഡി എന്നിവ ശരിയാണ്. ഇന്നത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഹി വാസ് ബോൺ ഓൺ 24th May 1885 അറ്റ് ചേരാനല്ലൂർ നിയർ എറണാകുളം.
അടുത്ത ഹീ ഈസ് ദി ഓദർ ഓഫ് ജാതികുമ്മി, എ മലയാളം composition criticizing caste system. In 1925, he was nominated to the Cochin Legislative Council as a representative of the downtrodden section. ഇതിനകത്ത് ഇത് മൂന്നും ശരിയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ട്രാവൻകൂർ പുലയ മഹാസഭ അദ്ദേഹത്തിൻ്റെ അല്ല, അയ്യങ്കാളിയുടെയാണ്. 1917 ഫോം ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ സെക്കൻഡ് G20 ഷെർപ്പാസ് മീറ്റിംഗ് അണ്ടർ ഇന്ത്യസ് G20 പ്രസിഡൻസി വാസ് ഹെൽഡ് അറ്റ്. സെക്കൻഡ് G20 ഷെർപ്പാസ് മീറ്റിംഗ് എവിടെ വെച്ചാണ് നടന്നത്? കുമരകം, കേരള. കുമരകത്ത് വെച്ചാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്യാമ്പയിൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഫോർ മെയിൻറ്റെയിനിങ് ദി സസ്റ്റൈനബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ സോഴ്സസ്. ആൻസർ വരുന്നത് ക്യാച്ച് ദി റെയിൻ 2023. അത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് എമംഗ് ദി ഫോളോയിങ് ആർ യൂസ്ഡ് ടു മൂവ് എ പർട്ടിക്കുലർ ഡേറ്റ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു ഡേറ്റ ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കറക്റ്റ് ആയിട്ടുള്ള ഇത് ഏതാണ്? ഓപ്ഷൻ ഏതാണ്? കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. കട്ടും പേസ്റ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. 13ാമത്തെ നോക്കാം. വാട്ട് ഈസ് ദി ബ്ലാങ്ക് സ്പേസ് ഔട്ട്സൈഡ് ദി പ്രിൻറ്റിംഗ് ഏരിയ ഓഫ് എ പേജ്? ഏതാണ്? മാർജിൻ ആണ് ആൻസർ. ഒരു പ്രിൻറ്റിംഗ് ഏരിയയുടെ ഔട്ട്സൈഡിലുള്ള ബ്ലാങ്ക് സ്പേസിന് പറയുന്നത് മാർജിൻ എന്നാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റേണൽ കോമ്പോണൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആർ ഹൗസ്ഡ് ഇൻ. ഇന്റേണൽ കോമ്പോണൻറ്റ്സ് ഒക്കെ എവിടെയാണ് വെച്ചേക്കുന്നത്? മദർ ബോർഡിൽ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദി ഗ്രൂപ്പ് ഇൻ വിച്ച് ഡേറ്റ് ആൻഡ് ടൈം ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ MS Word. MS Wordൽ ഡേറ്റ് ആൻഡ് ടൈം ഉള്ളത് നൺ ഓഫ് ദീസ് ആണ് എൻ്റെ ആൻസർ. നൺ ഓഫ് ദീസ്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ നിബിൾ ഈസ് ഈക്വൽ ടു. ഒരു നിബിൾ എന്ന് പറയുന്നത് എന്ത്? 4 ബിറ്റിന് ഈക്വൽ ആണ്. ഇനി അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹൊറിസോണ്ടൽ ബാർ അറ്റ് ദി ബോട്ടം ഓഫ് ദി കമ്പ്യൂട്ടർ സ്ക്രീൻ. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ബോട്ടത്തിൽ കാണുന്ന ഹൊറിസോണ്ടൽ ബാറിന് പറയുന്ന പേരാണ് ടാസ്ക് ബാർ. വാട്ട് ഈസ് ദി മോഷൻ പാത്ത് ഇൻ MS PowerPoint? MS PowerPointൽ മോഷൻ പാത്ത് എന്ന് പറയുന്നാൽ എന്താണ്? ഇറ്റ് ഈസ് എ പാത്ത് ടു മൂവ് ആൻ ഐറ്റം ഓൺ ദി സ്ലൈഡ്. ഒരു സ്ലൈഡിൽ ഒരു ഐറ്റത്തെ മൂവ് ചെയ്യാനുള്ള പാത്തിനെയാണ് പറയുന്ന പേരാണ് മോഷൻ പാത്ത്. മോഷൻ പാത്ത് എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യാനുള്ള. ഈ 19ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സോഷ്യൽ മീഡിയ ആപ്പ്? ഇതിൽ സോഷ്യൽ മീഡിയ ആപ്പ് അല്ലാത്തത് ഏതാണ്? മിന്ത്ര സോഷ്യൽ മീഡിയ ആപ്പ് അല്ല. അടുത്ത് ബാക്കിയൊക്കെ എന്താണ്? ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ ഒക്കെ സോഷ്യൽ മീഡിയ ആപ്സ് ആണ്. ഇനി അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. എ ഫോർമുല ഇൻ MS Excel സ്റ്റാർട്ട്സ് വിത്ത് വിച്ച് എമംഗ് ദി ഫോളോയിങ് സിമ്പൽ? ഒരു ഫോർമുല എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സലിൽ? ഈക്വൽ ടൂലാണ്. സി ആണ് ആൻസർ. കറക്റ്റ്. ഇനി അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തായിരുന്നു. ഇതിൽ എക്സൽ വർക്ക് ബുക്ക് ഈ സേവ്ഡ് ഇൻ വിത്ത് വിച്ച് എക്സ്റ്റൻഷൻ എന്നുള്ളതാണ്. അത് 2007 X എന്നുള്ളതും അതിന് മുമ്പുള്ള വേർഷൻസിൽ 2003 ആയിരുന്നെങ്കിൽ XLS എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഇതിലിപ്പോൾ ഏത് വേർഷനാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തേതാണ്. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ആഡ് എ ന്യൂ സ്ലൈഡ് ഇൻ ദി പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ? പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതുതായിട്ടൊരു സ്ലൈഡിനെ ആഡ് ചെയ്യാൻ വേണ്ടി ഏത് ഓപ്ഷനാണ്? Ctrl+M ആണ് ഉപയോഗിക്കുന്നത്. ഇനി 23ാമത്തെ. ടു റൺ എ സ്ലൈഡ് ഷോ ചെയ്യണമെങ്കിൽ F5 പ്രസ് ചെയ്യണം. ഇനി 24ാമത്തെ. വിച്ച് ഓഫ് ദീസ് ബട്ടൺസ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദി സ്റ്റാറ്റസ് ബാർ ഓഫ് MS PowerPoint? MS PowerPointൽ ഈ കൊടുത്തേക്കുന്ന ബട്ടൺസ് കാണാൻ പറ്റത്തില്ല സ്റ്റാറ്റസ് ബാറിൽ. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ട്ലൈൻ വ്യൂ ആണ് ഇല്ലാത്തത്. ബാക്കിയെല്ലാം റീഡിംഗ് വ്യൂ ഉണ്ട്, സ്ലൈഡ് സോർട്ടർ വ്യൂ ഉണ്ട്, സ്ലൈഡ് ഷോ വ്യൂ ഉണ്ട്. അതിലെ ബോട്ടം ടാസ്ക് ബാറിൽ കാണാൻ പറ്റും, സ്റ്റാറ്റസ് ബാറിൽ കാണാൻ പറ്റുന്ന MS PowerPointൽ സ്റ്റാറ്റസ് ബാറിൽ കാണപ്പെടുന്ന ഓപ്ഷൻസ് ആണ് റീഡിംഗ് വ്യൂ, സ്ലൈഡ് സോർട്ടർ, സ്ലൈഡ് ഷോ വ്യൂ. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കീബോർഡ് ഷോർട്ട് കട്ട് ഫോർ
ഇൻസേർട്ടിങ് ഫുട് നോട്ട്. ഫുട് നോട്ടിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് എഫ്. കൺട്രോൾ ഓൾട്ട് എഫ് എന്ന് പ്രസ് ചെയ്താൽ ഫുട് നോട്ടിനെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. 26ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ റിലേറ്റഡ് ടു ആനിമേഷൻ ഇഫക്റ്റ്? ആനിമേഷൻ ഇഫക്റ്റിലല്ലാത്തത് ഓപ്ഷൻ ഏതാണ്? ആനിമേഷൻ ഇഫക്റ്റ് അല്ലാത്ത മൂവ്മെൻറ്റ് എന്നുള്ളത്. ബാക്കി എക്സിറ്റ്, എൻട്രൻസ്, എംഫസിസ് ഒക്കെ ആനിമേഷൻ ഇഫക്റ്റ് ആണ്. ഇനി അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ഇൻ ഡിലീറ്റ് ഡയലോഗ് ബോക്സ്? ഡിലീറ്റ് ഡയലോഗ് ബോക്സിൽ ഇല്ലാത്ത ഓപ്ഷൻ ഏതാണ്? ഷിഫ്റ്റ് സെൽ റൈറ്റ് എന്നുള്ളതാണ് ഇല്ലാത്ത. ഡിലീറ്റ് ഡയലോഗ് ബോക്സിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഷിഫ്റ്റ് സെൽ അപ്പ് ഉണ്ട്, ഷിഫ്റ്റ് സെൽ ലെഫ്റ്റ്, ഷിഫ്റ്റ് സെൽ അപ്പ്, ഷിഫ്റ്റ് സെൽ ലെഫ്റ്റ്, പിന്നെ എൻ്റയർ റോ, ഇതെല്ലാം ഉള്ളതാണ്. ഷിഫ്റ്റ് സെൽ റൈറ്റ് എന്നുള്ള ഓപ്ഷൻസ് ഇല്ല. ഇനി അടുത്ത കമ്പ്യൂട്ടർ വൈറസ് ഈസ്. കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ എന്തൊരു മാൾവെയർ ആണ്. അടുത്ത 29ാമത്തെ, ഇലക്ട്രോണിക് മെയിൽ എക്സ്ചേഞ്ച് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂസിങ് വിച്ച് പ്രോട്ടോകോൾ? ഏത് പ്രോട്ടോകോളാണ്? SMTP, സിമ്പിൾ മെയിൽ ടെക്സ്റ്റ് പ്രോട്ടോകോൾ. അടുത്ത സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 30ാമത്തത്, വിച്ച് മെനു ഓപ്ഷൻ ഹാസ് ദി കമാൻഡ് സേവ്, പ്രിന്റ്, ക്ലോസ് എന്നീ കമാൻഡുള്ള ഓപ്ഷൻ ഏതാണ്? ഫയൽ മെനുവാണ്. അടുത്തത് 31, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് എ സ്പെൽ ചെക്ക്? സ്പെൽ ചെക്ക് സ്റ്റാർട്ട് ചെയ്യാൻ F7 ആണ്. അടുത്തത് 32ാമത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ? ഇതിനകത്ത് ട്രൂ ആയിട്ടുള്ളത് ഏതാണ്? ഇഫ് യു ഇൻസേർട്ട് എ ഫൂട്ടർ ഇൻ വൺ പേജ് ഇറ്റ് വിൽ അപ്പിയർ ഓൺ ഓൾ പേജ്. ഒരു പേജിൽ ഒരിടത്ത് നമ്മൾ ഫൂട്ടർ അപ്ലൈ ചെയ്താൽ എല്ലാ പേജസിലും അതിനെ കാണാൻ പറ്റും. ഇനി 33ാമത്തത് ക്യാൻസലായിരുന്നു. 34ാമത്തത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്? ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് അല്ലാത്ത ഏതാണ്? മിഡിൽ അലൈൻമെൻറ്റ്. ഇത് വെർട്ടിക്കൽ അലൈൻമെൻ്റ് ആണ്. അടുത്ത, ദ സ്ലൈഡ് ഈസ് ഓൺ ദി ഫുൾ സ്ക്രീൻ ഇൻ ദി ഡാഷ് വ്യൂ. സ്ലൈഡ് ഒരു ഫുൾ സ്ക്രീനിൽ വരുന്ന ഏത് വ്യൂവിലാണ്? റീഡിംഗ് വ്യൂവിലാണ് സ്ലൈഡിനെ നമുക്ക് ഫുൾ സ്ക്രീനായിട്ട് കാണാൻ പറ്റുന്നത്. അടുത്തത് പോർട്ടബിൾ ഡിവൈസ് ഫോർ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ. ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷനായിട്ട് ഉപയോഗിക്കുന്ന പോർട്ടബിൾ ഡിവൈസ് ഏതാണ്? ഡോങ്കിൾ. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ടു സെലക്ട് ഓൾ ദി സെൽസ് ഇൻ എ സിംഗിൾ കോളം? ഒരു സിംഗിൾ കോളത്തിലെ എല്ലാ സെൽസിനെയും സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലിക്ക് കോളം ഹെഡർ. ബി ആണ് ആൻസർ. കോളം ഹെഡറിൽ ക്ലിക്ക് ചെയ്താൽ ആ പർട്ടിക്കുലർ കോളത്തിലെ മൊത്തം സെല്ലുകളും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി 38ാമത്തെ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ വാലിഡ് സെൽ അഡ്രസ്? സെൽ അഡ്രസ്സ് ഏതാണ് വാലിഡ് ആയിട്ടുള്ള? A21. ഇനി 39ാമത്തെ, എക്സാമ്പിൾ ഓഫ് മാഗ്നറ്റിക് ഡിസ്ക്. മാഗ്നറ്റിക് ഡിസ്കിന് എക്സാമ്പിൾ ഏതാണ്? ഹാർഡ് ഡിസ്ക് ആണ്. അടുത്ത 40ാമത്തെ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ? സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അല്ലാതെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ബാക്കി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിവൈസ് ഡ്രൈവേഴ്സ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത് 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആൻ എക്സാമ്പിൾ ഓഫ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ഏതാണ്? ആൾ ഓഫ് ദി എബോവ് ആണ്. ഇത് മൊത്തം ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. ക്വിക്ക് ഹീൽ, കാസ്പർ സ്കൈ, മക്കഫി. അടുത്ത് 42ാമത്തെ ക്യാൻസലായിരുന്നു. 43, യൂണിക് അഡ്രസ് ഓഫ് ഈച്ച് വെബ് പേജ് ഈസ് നോൺ ആസ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL ആണ്. യൂണിക് അഡ്രസ് ഓഫ് ഈച്ച് വെബ് പേജ് ഈസ് നോൺ ആസ് URL. അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ടാബ് കണ്ടെയ്ൻസ് റൂളർ ഓപ്ഷൻ? റൂളർ ഓപ്ഷനുള്ള വ്യൂ ടാബിലാണ്. അടുത്തത്, ദ അഡ്രസ് ഓഫ് ദി ആക്റ്റീവ് സെൽ ഈസ് ഡിസ്പ്ലേഡ് ഇൻ നെയിം ബോക്സ് ആണ്. നെയിം ബോക്സിലാണ് ആ ആക്റ്റീവ് സെല്ലിലെ അഡ്രസ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഡിസ്പ്ലേ ചെയ്യുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് ഫീൽഡ് ഇൻ
ഇമെയിലിൽ വാലിഡ് ആയിട്ടുള്ള ഫീൽഡ് അല്ലാത്ത CCC എന്നുള്ളത് വാലിഡ് അല്ല. ബാക്കി CCയും BCCയും സബ്ജക്റ്റും ഒക്കെ ഇമെയിലുള്ളതാണ്. അടുത്തത് 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദി മോസ്റ്റ് ഹൗ മെനി ഷീറ്റ്സ് ക്യാൻ ബി സെറ്റ് ആസ് ഡിഫോൾട്ട് വൈൽ ക്രിയേറ്റിംഗ് എ ന്യൂ വർക്ക് ബുക്ക്. ഒരു ന്യൂ വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് എത്ര ഷീറ്റ്സിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? 255 സീറ്റിനെയാണ് 255 ഷീറ്റുകളെ നമുക്ക് ഒരു പുതിയൊരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് 255. അടുത്ത 48. ടു സെലക്ട് എ വേർഡ് യു ഷുഡ് ഡാഷ് ദി വേർഡ്. എന്ത് ചെയ്യണം? ഒരു സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു വേർഡിനെ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അത് C ആണ് ആൻസർ. 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ റോ ഹൈറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഫ്രം ദി ഫോർമാറ്റ് ബട്ടൺ ഇൻ ദി ഡാഷ് ഗ്രൂപ്പ്. സെൽസ് ഗ്രൂപ്പാണ്. റോ ഹൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോർമാറ്റ് ബട്ടണിലെ സെൽസ് ഗ്രൂപ്പിനകത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ എക്സ്റ്റൻഷൻ .flv ഈസ് യൂസ്ഡ്. FLV എന്ന് പറയുന്ന ഓപ്ഷൻ എന്തിനുള്ളതാണ്? വീഡിയോ ഫയലിനുള്ളതാണ്. വീഡിയോ ഫയൽ. അടുത്ത 51. ഫോർ വാട്ട് പർപ്പസ് ഡു യു യൂസ് ദി ലൈൻ സ്പേസ് ഡിസെൻഗേജിങ് ലിവർ? ഇത് ടൈപ്പ് റൈറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് 3ാമത്തെ ഓപ്ഷൻ C ആണ് ആൻസർ. തേർഡ് ഓൺലി. 3ാമത്തെ വേരിയബിൾ ലൈൻ സ്പേസിങ്. വേരിയബിൾ ലൈൻ സ്പേസിങ് എന്നുള്ള പർപ്പസിന് വേണ്ടിയാണ് ലൈൻ സ്പേസ് ഡിസെൻഗേജിങ് ലിവർ യൂസ് ചെയ്യുന്നത്. അടുത്തത് 52ാമത്തെ ആണ്. വിച്ച് എമംഗ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ റോക്കർ മെക്കാനിസം? റോക്കർ മെക്കാനിസത്തിൽ ഇല്ലാത്തത് വേറോഡ് ഇല്ല. പീനിയൻ വീലുണ്ട്, ലോസ് ഡോഗ് ഉണ്ട്, എസ്കേപ്മെൻറ്റ് വീലുണ്ട്. അടുത്തത് 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റിബൺ കാരിയർ ഈസ് ഫിക്സഡ് ബിഹൈൻഡ് ദി ടു ഓൺലി ടൈപ്പ് ഗൈഡ്. ടൈപ്പ് ഗൈഡിൻ്റെ പുറകിലായിട്ടാണ് റിബൺ കാരിയറിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി 54. ഇൻ ഡെമി ഒഫീഷ്യൽ ലെറ്റർ ദ ടു അഡ്രസ് ഈസ് യൂസ്ഡ് അറ്റ്. ടു അഡ്രസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ലെഫ്റ്റ് ബോട്ടത്തിലാണ്. ടു ഓൺലി ആണ് ആൻസർ. ദ ലൂസ് ഡോഗ് ഹെൽപ്സ് ഇൻ. 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ലൂസ് ഡോഗ് ഹെൽപ്സ് ഇൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റാണ് ലൂസ് ഡോഗിനെ സഹായിക്കുന്നത്. ഇനി അടുത്ത് 56ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഗവൺമെൻറ് ഓർഡർ ബിലോ ദി അബ്സ്ട്രാക്ട് കണ്ടന്റ് യൂഷ്വലി ലീവ് ഡാഷ് സ്പേസ് ബിറ്റ്വീൻ 2 ലൈൻസ്. അബ്സ്ട്രാക്ട് കണ്ടന്റിന് ശേഷം എത്ര സ്പേസ് വിട്ടിട്ടാണ് എഴുതുന്നത്? 2 ലൈൻസിനിടയിൽ എത്ര സ്പേസ് ആണ്? ആൻസർ വരുന്നത് സിംഗിൾ ലൈനാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ. ദ പങ്ക്ച്വേഷൻ മാർക്ക് യൂസ്ഡ് ഫോർ ഫ്രം ആൻഡ് ടു ബി റിട്ടൺ വൈൽ ടൈപ്പിംഗ് ദി അഡ്രസ് ഇൻ എ ലെറ്റർ. ഫ്രമും ടു അഡ്രസ്സിൽ പങ്ക്ച്വേഷൻ മാർക്ക് നമ്മൾ ഉപയോഗിക്കുമോ? ഇല്ല. അപ്പം എന്താണ്? നോ മാർക്കാണ്. ഫ്രം, ടു എന്നിവ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാർക്കും കോമയോ ഫുൾ സ്റ്റോപ്പോ ഒന്നും ഉപയോഗിക്കരുതെന്നാണ്. അതാണ് നോ മാർക്ക് എന്നുള്ളത്. ഇതിൽ ആൻസർ വരുന്നത് C ആണ്. 1 ഓൺലി. 58ാമത്തെ ക്വസ്റ്റ്യൻ. ജെർക്കി മൂവ്മെൻറ്റ് ഓഫ് ദി കാരേജ് ഈസ് ഡ്യൂ ടു എക്സസ് ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിങ്. അത് ശരിയാണ്. ഡാമേജ് ഓഫ് ഡോഗ്സ് ഇൻ ദി ഡോഗ് ബ്ലോക്ക്. ഡോഗ് ബ്ലോക്കിലെ ഡോഗ്സിൽ എന്തെങ്കിലും ഡാമേജ് വന്നാൽ, ഡാമേജ് ഓഫ് ദി ടൂത്ത് ഓഫ് എസ്കേപ്മെൻറ്റ് അല്ലെങ്കിൽ പീനിയൻ വീലിൻ്റെയോ എസ്കേപ്മെൻറ്റിലെയോ വീലിൻ്റെയോ ടൂത്തിൽ ഡാമേജ് വന്നാൽ. ഈ 3ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2, 3 എന്നീ ഓപ്ഷൻസ് ആണ് കറക്റ്റ്. ഇനി അടുത്ത 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 59. റിബൺ മൂവ്മെൻറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ടു ഓൺലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ്. ടു ഓൺലിയാണ്. ഇതിനകത്ത് റിബൺ മൂവ്മെൻറ്റുമായിട്ട് ബന്ധമില്ലാത്തത് 2 മാത്രമാണ്. ബാക്കിയുള്ളത് റിബൺ ത്രൂ ഉണ്ട്, റിബൺ റിവേഴ്സ് മൂവ്മെൻ്റ് ഉണ്ട്, ലെങ്ത് വൈസ് മൂവ്മെൻറ്റും ഒക്കെ റിബൺ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമംഗ് ദി ഫോളോയിങ് പാർട്ട് ഷുഡ് നോട്ട് ബി ഓയിൽഡ്? ഓയിൽ ചെയ്യാൻ പറ്റാത്ത പാർട്സ് ഏതാണ്? ഇതിനകത്ത് 3 ടൈപ്പ് സെഗ്മെൻറ്റിനെ നമുക്ക് ഓയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു പാസേജ് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പാസേജ് ഞാൻ വായിക്കുന്നില്ല, ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും പറഞ്ഞു പോകാം. 61ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് ഇൻ ദി പാസേജ് ഈസ് എ സിനോണിം ഓഫ് ദി വേർഡ് ഒറിജിനൽ? ഒറിജിനൽ എന്ന് പറയുന്ന വേർഡിന് ഇതിൽ
സിനോണിമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഏതാ? ഇൻജിനിയസ്. അടുത്തത് 62. വിച്ച് വേർഡ് ഇൻ ദി പാസേജ് ഈസ് ആൻ അണ്ടോണിം ഫോർ വേർഡ് എക്സൈറ്റിംഗ്? എക്സൈറ്റിങ്ങിന് അണ്ടോണിം ആയിട്ടുള്ളത് ഏതാണ്? ഡ്രിയറി. 63-ാമത്തെ ക്വസ്റ്റ്യൻ. ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർഡ് ബിക്കം? ബിക്കമിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഏതാണ്? ബിക്കം തന്നെയാണ്. അടുത്ത് 64-ാമത്തെ ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ വിത്ത് അപ്രോപ്രിയേറ്റ് ഓക്സിലറി വെർബ്. എയ്തർ ദി സ്റ്റുഡൻസ് ഓർ ദെയർ ടീച്ചർ ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ഇൻസിഡൻറ്റ്? ഈസ് ആണ് ആൻസർ, ഈസ്. അടുത്ത 65. Which is the correct sentence that can be made by properly arranging these words? She was dressed in a fabulous Indian silk gown എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 66-ാമത്തെ. വാട്ട് ഡസ് ദി അണ്ടർലൈൻഡ് ഇഡിയം മീൻ ഇൻ ദി സെൻറ്റൻസ്? ഐ കനോട്ട് ട്രസ്റ്റ് മൈ ഫ്രണ്ട് ആസ് ഹി ഈസ് ഷുവർ ടു സ്പിൽ ദി ബീൻസ്. സ്പിൽ ദി ബീൻസ് എന്ന് വെച്ചാൽ എന്താ? റിവീൽ ദി സീക്രട്ട് എന്നുള്ളതാണ് ആൻസർ. അടുത്ത 67. ഫില്ലിംഗ് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രൊപ്പോസിഷൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി പേരൻസ് ടു പ്രൊവൈഡ് ഡാഷ് ചിൽഡ്രൻ? ഫോർ ചിൽഡ്രൻ ആണ്. 68. ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഏതാണ്? ഹൈറാർക്കി എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഇതാണ്, HIERARCHY. അടുത്ത 69. മൈ ബ്രദർ റിജക്റ്റഡ് എ ജോബ് ഓഫർ ഫ്രം ആൻ ഓർഗനൈസേഷൻ ആസ് ദി പേ വാസ് ടു ലോ. ഇതിൽ ആൻസർ വരുന്നത് ടേൺ ഡൗൺ. വാട്ട് ഈസ് ദി ഐഡിയൽ ഫ്രേസൽ വെർബ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദി സി വേർഡ്? റിജക്റ്റഡ്. റിജക്റ്റഡ് എന്നുള്ളതിൻ്റെ ടേൺ ഡൗൺ എന്നാണ് കേട്ടോ ഫ്രേസൽ വെർബ്. അടുത്തത് 70-ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദി പാസീവ് വോയിസ് ഓഫ് ദി സെൻറ്റൻസ്. ദ പ്രിൻസിപ്പൽ വാസ് കൺഗ്രാജുലേറ്റിംഗ് അവർ ക്രിക്കറ്റ് ടീം. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അവർ ടീം വാസ് ബീയിങ് കൺഗ്രാജുലേറ്റഡ് ബൈ ദി പ്രിൻസിപ്പൽ. കൺഗ്രാജുലേറ്റിംഗ് എന്നുള്ളത് ബീയിങ് കൺഗ്രാജുലേറ്റഡ് ആവും. അടുത്ത 71-ാമത്തെ ക്വസ്റ്റ്യൻ. ഫില്ലിംഗ് വിത്ത് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് വെച്ച് ഫില്ല് ചെയ്യാൻ. ടോം ഹാസ് നെവർ വോൺ എ പ്രൈസ്. ആൻസർ വരുന്നത് ഹി എന്നുള്ളതാണ്. നെവർ എന്നുള്ള നെഗറ്റീവ് ആണ് വരുന്നുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ് ഹാസ് ഹി. അടുത്തത് 72. ഫിൽ ഇൻ വിത്ത് അപ്രോപ്രിയേറ്റ് ടെൻസ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഡാഷ് അപ്പ് ഇയർലി എവറി മോർണിംഗ്. വേക്സ് ആണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് വേക്സ് അപ്പ് ഇയർലി എവറി മോർണിംഗ്. ഹാബിച്വൽ ആക്ഷൻസ് ആണ്. അതിന് അപ്പോൾ വേക്സപ്പ് ആണ് വരേണ്ടത്. അടുത്ത 73. കറക്റ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ്. ദ പോലീസ് ഓഫീസർ അറ്റൻഡ് ഡ്യൂട്ടി ഡെസ്പൈറ്റ് ഓഫ് ഹിസ് ഇൽനെസ്. ആൻസർ വരുന്നത് ബി ആണ്. ദ പോലീസ് ഓഫീസർ അറ്റൻഡഡ് ഡ്യൂട്ടി ഇൻസ്പൈറ്റ് ഹിസ് ഇൽനെസ്. അടുത്ത 74. വാട്ട് ഈസ് ദി റിപ്പോർട്ടഡ് സ്പീച്ച് ഫോം ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസ്? ഐ ആം സ്റ്റാർട്ടിംഗ് ദിസ് പ്രോജക്റ്റ് ഫ്രം ടുമാറോ സെഡ് ദി മാനേജർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ മാനേജർ സെഡ് ദാറ്റ് ഹി വാസ് സ്റ്റാർട്ടിംഗ് ദാറ്റ് പ്രോജക്റ്റ് ഫ്രം ദി നെക്സ്റ്റ് ഡേ. അടുത്ത 75. ഫിൽ ഇൻ ദി ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. ഇതിൽ ഇവിടെ വരുന്നത് ആണ്. ദ ആർട്ടിസ്റ്റ് ഡ്രൂ എ ലൈഫ് സൈസ്ഡ് പോർട്രേറ്റ് ഓഫ് ജവഹർലാൽ നെഹ്റു എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത 76. ഫിൽ ഇൻ വിത്ത് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദി വെർബ്. ആൻസർ വരുന്നത് ഏതാണ്? വുഡ് നോട്ട് മിസ് ആണ്. ഇഫ് ഷീ സ്റ്റാർട്ടഡ് ഇയർലിയർ ഷീ വുഡ് നോട്ട് മിസ് ദി ഫ്ലൈറ്റ്. അടുത്ത 77. സീ ദി ഫോളോയിങ് പാസേജ്, ഐഡൻറ്റിഫൈ ദി വേർഡ്സ് വിച്ച് നീഡ് ക്യാപിറ്റലൈസേഷൻ. ഇതിൽ ആൻസർ വരുന്ന ബി ആണ്. ദ ഗാന്ധിസ് ബാനിയ ബട്ട് പ്രൈം മിനിസ്റ്റർ കത്തിയവാഡ് സ്റ്റേറ്റ്സ്. ഇതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരേണ്ടത് എവിടെയൊക്കെയാണെന്നുള്ളതാണ്. അടുത്ത റീറൈറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് റീറൈറ്റ് ചെയ്യാണെന്ന്. ഐ സജസ്റ്റ് യു ഗെറ്റ് യുവർ വെക്കേഷൻ ഇഫ് യു ആർ ഗോയിങ് അബ്രോഡ്. ആൻസർ വരുന്നത് ഏതാണ്?
യു ഹാഡ് ബെറ്റർ ഗെറ്റ് യുവർ വെക്കേഷൻ ഇഫ് യു ആർ ഗോയിങ് അബ്രോഡ്. അടുത്ത കമ്പൈൻ ദി ഫോളോയിങ് സെൻറ്റൻസ്. കമ്പൈൻ ചെയ്യാവുന്നതാണ്. ഡേവിഡ് ഈസ് എ ഫ്രണ്ട് ഓഫ് ദി ചെയർമാൻ, സോ ഹീ ഈസ് ഓഫൺ ഇൻവൈറ്റഡ് ടു ഒഫീഷ്യൽ ഗ്യാതറിങ്സ്. ആൻസർ വരുന്നത് ബീയിങ് എ ഫ്രണ്ട് ഓഫ് ദി ചെയർമാൻ, ഡേവിഡ് ഈസ് ഓഫൺ ഇൻവൈറ്റഡ് ടു ഒഫീഷ്യൽ ഗ്യാതറിങ്. അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റീറൈറ്റ് ദീസ് സെൻറ്റൻസസ് യൂസിങ് നോട്ട് ഓൺലി ബട്ട് ആൾസോ ഉപയോഗിച്ച് ഇതിനെ റീറൈറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. മൈ അങ്കിൾ ഈസ് ആരോഗൻ, ഹീ ഈസ് സെൽഫിഷ് ടു. ഇതെങ്ങനെയാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് ഉപയോഗിക്കുന്നത്? മൈ അങ്കിൾ ഈസ് നോട്ട് ഓൺലി ആരോഗൻ ബട്ട് ഓൾസോ സെൽഫിഷ്. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി ബാക്കി വരുന്ന 20 ക്വസ്റ്റ്യൻസ് മലയാളത്തിൻ്റേതാണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണെന്നാണ് ചോദിക്കുന്നത്. യഥാഗതനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ഇഥയാണ് വരേണ്ടത്. അടുത്ത 82. ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിൻ്റെ മലയാളം രൂപം ഏതാണ്? അർദ്ധ ഔദ്യോഗിക കത്ത് എന്നുള്ളതാണ്. നെക്സ്റ്റ് വിശേഷേണ വിടർന്നത് എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? വ്യാഘോഷം എന്നതാണ് വിശേഷേണ വിടർന്നത് എന്നതിന് പകരമായിട്ടുള്ള ഒറ്റപ്പദം. ഇത് ചീവീടിൻ്റെ പര്യായപദം എഴുതുക. ചീവീടിൻ്റെ പര്യായപദം ചില്ലിക. ചീവീട് ചില്ലിക. സൈരന്ധ്രി. അടുത്തത് സൈരന്ധ്രി എന്ന പദത്തിൻ്റെ അർത്ഥം എഴുതുക. സൈരന്ധ്രി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അണിയിച്ചൊരുക്കുന്നവൾ എന്നാണ് മീനിങ്. 86. പ്രാക്തനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? പ്രാക്തനം. അധുനാതനത്തിൻ്റെ വിപരീത പദമാണ് പ്രാക്തനം. അടുത്തത് 87. മണലുകൊണ്ട് കയറു പിരിക്കുക എന്നതിന് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വിഡ്ഢിത്ത പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത 88. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രയോഗം ഏതാണ്? പുരാതന കവിത്രയങ്ങൾ എന്ന് പറയില്ല. പുരാതന കവിത്രയം, അതാണ് കറക്റ്റ്. ബി ആണ് ആൻസർ. 89. ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദി ഫ്ലഷ് ഈസ് വീക്ക് എന്നതിലെ ശരിയായ മലയാള അർത്ഥം ഏതാണ്? മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അടിവരയിട്ട പദത്തിൻ്റെ സമാനമായ പദം ഏത്? ദുഗ്ധം എന്നുള്ളതിൻ്റെ മറ്റൊരു പദം ഏതാണ്? ദുഗ്ധം എന്ന് വെച്ചാൽ പാലാണ്. പയസാണ് ആൻസർ. പയസ്. അടുത്ത 91. താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്ത്രീലിംഗ രൂപം ഏതാണ്? സ്ത്രീലിംഗ രൂപം വിദുഷിയാണ്. വിദ്വാൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് വിദുഷി. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക. തൺ പ്ലസ് താറാണ് തണ്ടാർ. ഇനി അബ്ജദളാക്ഷൻ ഘടകപദമാക്കുക. അബ്ജദളാക്ഷൻ എങ്ങനെയാണ് ഘടകപദമാക്കുന്നത്? അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ എന്നതാണ് അബ്ജദളാക്ഷൻ എന്നതിൻ്റെ ഘടകപദമാക്കുമ്പോൾ വരുന്നത്. അടുത്ത 94. ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്ന അർത്ഥം വരുന്ന ചൊല്ല് ഏതാണ്? കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. അടുത്ത എൻഡോഴ്സ്മെൻറ്റ് എന്ന വാക്കിന് പകരം പറയാവുന്ന മലയാള പദം ഏതാണ്? മേലെഴുത്ത്. എൻഡോഴ്സ്മെൻറ്റ് മേലെഴുത്ത്. അത് 96ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർ ഫകരൗഷധങ്ങൾ താൻ. അടിവരയിട്ട പദത്തിൽ അർഭകൻ പകരം പറയാവുന്ന പദം ഏതാണ്? അർഭകൻ എന്ന് വെച്ചാൽ കുട്ടികളാണ്. അടുത്ത 97. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാ? കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താദാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത്. അടുത്തത് 98. താഴെ കൊടുത്തിരിക്കുന്നതിൽ അലിംഗ ബഹുവചന പദം ഏതാണ്? അഭിഭാഷകർ എന്നുള്ളതാണ്. ഇതിൽ സ്വാമികൾ എന്നുള്ളത് പൂജക ബഹുവചനമാണ്. വൃദ്ധന്മാർ സലിംഗമാണ്. അടുത്തത് 99.
താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ പദം ഏത്? തെറ്റായ പദം ഏതാണ്? അധപതനം. അധപതനം എന്നുള്ളത് തെറ്റാണ്. മൃച്ഛകടികം, ക്രിയാപദം, അടിമത്തം ഇതൊക്കെ കറക്റ്റായിട്ടുള്ളതാണ്. അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പദചേർച്ച ഏതാണ്? എരി തീ. എരി അധികം തീയാണ് എരിതി. ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ്. താങ്ക് യു.